കരിവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിയുടെ സുപ്രധാന നീക്കം. കേസിലെ രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കി. ഇഡി കേസിലെ പ്രതികളായ ബിജു കരീമും സുനിൽകുമാറുമാണ് മാപ്പുസാക്ഷികൾ. സ്വമേധയാ മാപ്പുസാക്ഷികൾ ആകുന്നുവെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. എസ് രാഗനുണ്ട്. രാഗൻ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള കേസിൽ ഈ നടപടിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വളരെ സുപ്രധാനമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കേസിൽ രണ്ടു പേരെ മാപ്പുസാക്ഷികളാക്കണമെന്നാണ് കോടതിക്ക് അപേക്ഷ കൊടുത്തത്. അതുപ്രകാരം കോടതി സമൻസ് അയച്ച് ഇവർ ഹാജരായി. അത് മാത്രമല്ല, ഈ രണ്ട് പേരും ബിജു കരീം, അതോടൊപ്പം തന്നെ സുനിൽകുമാർ. ബിജു കരീം ബാങ്കിന്റെ മുൻ മാനേജറാണ്, സുനിൽകുമാർ മുൻ സെക്രട്ടറിയാണ്. ഈ രണ്ടു പേരും ഒരു അഫിഡവിറ്റ് നൽകി തങ്ങൾ സ്വമേധയാ ഇതിൽ മാപ്പുസാക്ഷിയാകുന്നു എന്നാണ് പറയുന്നത്. അതിൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അത് തങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ്, ബാഹ്യ ഇടപെടലടക്കമുണ്ടായി എന്ന് മാത്രമല്ല, ഒട്ടനവധി പേരിലേക്ക് അന്വേഷണം നീളാൻ കഴിയുന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോയത്. 21-ന് കേസ് വീണ്ടും പരിഗണിക്കും. കോടതിയാണ് ആത്യന്തികമായി മാപ്പുസാക്ഷി എന്ന് പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് കേസിൽ ബിജു കരീമിനെയും സുനിൽകുമാറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിജു കരീമിന്റെ സ്വത്തുകളടക്കം അറ്റാച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇതിന് കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോവുകയാണ്. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഉൾപ്പെടെ അടുത്തയാഴ്ച വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഇവരുടെ മൊഴി വളരെ സുപ്രധാനമാണ്. ഇവരെ മാപ്പുസാക്ഷിയാക്കുന്നതിലൂടെ ED ഉദ്ദേശിക്കുന്നത് ഇതിൽ അതായത് വലിയ ഗൂഢാലോചന നടത്തി ഇതിൽ ഇല്ലീഗൽ ലോൺസ് അടക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഇവർ വഴി നീങ്ങാൻ കഴിയും എന്നതാണ് EDയുടെ കരുതൽ, അതല്ലെങ്കിൽ ED കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരി, രാഗനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ CPM ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട കരിവന്നൂർ കേസിൽ പ്രധാനപ്പെട്ട വഴിത്തിരിവ്. രണ്ട് പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടവരാണ് ഇപ്പോൾ മാപ്പുസാക്ഷിയാകാൻ പോകുന്നത്.